ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നൊരു അടിപൊളി മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് സമയം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ നല്ലപോലെ ഇട്ട് വെച്ച് നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു സോസ് പാനിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. നമ്മളിതൊന്ന് തിളപ്പിച്ചിട്ടാണ് മുന്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതിലാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം മുന്തിരി മുങ്ങിക്കിടക്കാൻ വിധത്തിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മൾ എത്രത്തോളം നമുക്ക് ജ്യൂസ് ആവശ്യമായിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. മുന്തിരി മുങ്ങിക്കിടക്കണം, അത്രയും വെള്ളം എന്തായാലും വേണം. അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചി 2-3 കഷ്ണങ്ങളാക്കിയിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം മുന്തിരി എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ 2 ഏലക്കായ ഇതുപോലെ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. അപ്പം നമ്മൾ എടുത്തിട്ടുള്ള മുന്തിരി എത്രത്തോളം പുളിയുള്ളതാണോ അതിനനുസരിച്ചാണ് ഇതിലേക്ക് മധുരത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത്യാവശ്യം പഞ്ചസാര ചേർത്ത് കൊടുക്കണം, എന്നാലാണ് ഇത് മധുരം ഉണ്ടാവുള്ളൂ. മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് മധുരം കുറച്ച് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വയ്ക്കുക തിളച്ച് വരുന്നത് വരെ. ഇതപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ മൂടി തുറന്ന് നോക്കിയപ്പോൾ ഒന്നങ്ങോട്ട് തിളയ്ക്കുമ്പോഴത്തേന് തന്നെ ഇത് മുന്തിരി അത്രയും സോഫ്റ്റ് ആയിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ ഒന്നങ്ങോട്ട് തിളയ്ക്കുമ്പോൾ തന്നെ ഇതുപോലെ പൊട്ടി തോലൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു 2 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. ഒരുപാട് സമയത്ത് തിളപ്പിച്ച് ഒന്നാകെ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ മുന്തിരിയൊക്കെ അത്യാവശ്യം ഒന്നങ്ങ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റ് അത്രയും മതി, അത്രയും തിളപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. ഇതപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നല്ലോണം ചൂടാറിയ ശേഷം മാത്രമാണ് നമ്മൾ അരച്ചെടുക്കാവൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന്ന് കുറച്ച് ഇതുപോലെ മുന്തിരി എടുത്ത് മാറ്റുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അത് ഞാൻ ഗ്ലാസ്സിൽ സെർവ് ചെയ്യുന്ന സമയത്ത് മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ തൊലി കുരു ഇതൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് ആ ഗ്ലാസ്സിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാനായി വേണ്ടിയിട്ടാണ്. അതിങ്ങനെ ഇടയിൽ കടിക്കാൻ കിട്ടും. അത് ഇഷ്ടമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്തോ, അതൊരു നിർബന്ധമില്ല കേട്ടോ. ഞാനിതാ വളരെ കുറച്ച് മാത്രം ഇതുപോലെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സറി ജാർ എടുക്കുക. നമ്മുടെ മിക്സറി ജാറിൽ എത്രത്തോളം ഇട്ട് അരയ്ക്കാൻ പറ്റുമോ അത്രയും ഇട്ടിട്ട് നമ്മളിതൊന്ന് നല്ലപോലെ അരച്ചെടുത്തുകൊണ്ട് വരിക. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. 2 ട്രിപ്പായിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് അരിച്ചു കൊടുക്കുക. 2ാം ട്രിപ്പും അതുപോലെ തന്നെ മിക്സറി ജാറിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരിക. എന്നിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ വീണ്ടും ഇതുപോലെ അരിച്ചെടുക്കുക. നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ജ്യൂസൊക്കെ അരിപ്പയിലൂടെ താഴേക്ക് വീഴും. പിന്നെ ബാക്കി ഇതുപോലെ അരിപ്പയിലൂടെ അരിച്ചിട്ട് ബാക്കി കിട്ടുന്ന ഇത് വീണ്ടും മിക്സറി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അരച്ചെടുക്കുക. പിന്നെ നമ്മുടെ ജ്യൂസിന് എത്രത്തോളം കട്ടി വേണം, എത്രത്തോളം ലൂസ് വേണം അതിനനുസരിച്ചുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ വീണ്ടും ഇതൊന്ന് അരിച്ചെടുക്കുക. നമ്മുടെ മുന്തിരി ജ്യൂസ് എത്രത്തോളം ലൂസ് വേണം, അതുപോലെ എത്രത്തോളം തിക്കായിട്ട് വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൽ വെള്ളം ചേർത്ത് അങ്ങ് അടിച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളി മുന്തിരി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരി ജ്യൂസാണ്. അപ്പോൾ ഞാനിതൊരു ജഗ്ഗിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് സെർവ് ചെയ്യുമ്പോൾ ഒഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇത് അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉള്ള മുന്തിരിയായിരുന്നു. അപ്പോൾ അത്യാവശ്യം തന്നെ മധുരം ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മുന്തിരിയുടെ പുളിക്കനുസരിച്ചുള്ള മധുരം ചേർത്ത് കൊടുക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിപ്പോൾ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല തണുപ്പിച്ച് കുടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ട് 2 ദിവസം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്രത്തോളം ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഞാൻ 2 ദിവസം ഉപയോഗിച്ചിട്ടുണ്ട്. 2 ദിവസം ഉപയോഗിക്കാനുള്ള ജ്യൂസ് ഉണ്ടായിരുന്നത്. അപ്പോൾ 2 ദിവസം കൊണ്ട് തന്നെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിതുപോലെ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ മുന്തിരിയുടെ തോല് കുരുവൊക്കെ മാറ്റിയിട്ടുള്ള പൾപ്പ് മാത്രം ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ളൊരു മുന്തിരി ജ്യൂസാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടോ, ഇഷ്ടമാവും. ഞാൻ പറഞ്ഞില്ലേ ബേക്കറിയിലൊക്കെ പോയിട്ട് നമ്മൾ കുടിക്കുന്ന മുന്തിരി ജ്യൂസിൻ്റെ അതേ ടേസ്റ്റ് തന്നെ അതിനുണ്ട്. ബേക്കറിയിലൊക്കെ പോയിട്ട് നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ അത്യാവശ്യം നല്ല മധുരമുള്ള ജ്യൂസാണല്ലോ നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ മധുരം ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത് കേട്ടോ. മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് മധുരം കുറച്ച് ഉപയോഗിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയുക. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം കേട്ടോ. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.